എന്റെ ഒരു ഫ്രണ്ടിന് 5 ലക്ഷം രൂപയുടെ ഒരു പോളിസി ഉണ്ടായിരുന്നു. പോളിസി എടുത്തിട്ട് 5 വർഷമായിരുന്നു. ഒരിക്കൽ വൈഫിന് കിഡ്നി സ്റ്റോൺ വന്നു, കിഡ്നി സ്റ്റോൺ ക്ലെയിം ആയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കിഡ്നി സ്റ്റോണിന് എന്റെ വൈഫിന് വീണ്ടും വന്നു, ക്ലെയിം കിട്ടിയിട്ടില്ല, അതെന്താണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, കിട്ടാണ്ടിരിക്കില്ല, ഒരിക്കലും കിട്ടാണ്ടിരിക്കില്ല, നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ പറഞ്ഞു, ഒരു കാര്യം, എനിക്ക് ആ പോളിസി ഒന്ന് ഇട്ട് തരുമോ? ഈ പോളിസികൾ മുഴുവൻ എനിക്ക് കിട്ടും. ഞാൻ പറഞ്ഞു, തുടക്കം പോലുള്ള പോളിസി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എല്ലാം ഇട്ട് തന്നു. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പോളിസിയൊക്കെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു പോളിസി ഒരിക്കൽ 3 മാസം പോളിസി കട്ടായി. അതായത് പോളിസി ഈ 5 വർഷം പോയിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂസ് പോയി. അത് കഴിഞ്ഞ് 6-ാമത്തെ വർഷമായി കഴിഞ്ഞപ്പോൾ പുതുക്കുന്ന സമയത്ത് കറക്റ്റ് 1 മാസമാണ് കമ്പനി ഗ്രേസ് പീരീഡ് കൊടുക്കുന്നത്. ഗ്രേസ് പീരീഡും കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞു. അതായത് പോളിസി ലാപ്സ് ആയി പോയി, അടച്ചില്ല. അപ്പൊ വീണ്ടും നമ്മൾ അടച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, പുതിയ പോളിസി എടുക്കുന്ന മാതിരിയാണ്. വെയിറ്റിംഗ് പീരീഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് വൈഫിന് വീണ്ടും ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം 2-ാമത്തെ മാസം കണ്ടാണ് വീണ്ടും നമുക്ക് ക്ലെയിം വന്നത്. പക്ഷെ ക്ലെയിം കിട്ടിയില്ല. കാരണം ഇതാണ്, വീണ്ടും വെയിറ്റിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തു. നമുക്കൊരു പോളിസി എടുക്കുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, 30 days ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡും സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡ് 2 year ഉണ്ട്. ഇതിന്റെ അകത്ത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് അറിയോ? നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ലാപ്സ് ആവരുത്. ലാപ്സ് ആവാണ്ട് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, കമ്പനി മാറിക്കോ. കമ്പനി മാറുന്നതിനും ചില കമ്പനികൾ അസുഖം വന്നിട്ട് മാറാൻ നോക്കിയാൽ ചില കമ്പനികൾ എടുക്കില്ല കേട്ടോ, അത് വേറെ വശം. നമ്മൾ ഒരിക്കലും പോളിസി ലാപ്സ് ആവാണ്ട് നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം.